ഈ പരലോകത്താണെങ്കിൽ ഷിർക്ക് ചെയ്താൽ എന്താ? മുത്തി നബിനെ വിളിച്ചിട്ട് പറഞ്ഞ എന്താ? നബി അല്പം ഷിർക്ക് വിശ്വാസം വന്നുകൂടിയാൽ മതി. ഷിർക്ക് വന്നാൽ നിന്റെ അമല് മുഴുവൻ ബാത്തിലാകുക. എത്രത്തോളം സുഹൃത്തുക്കളെ നമ്മളൊക്കെ അമലെടുക്കുക എത്രയാ? നബിയോ ബുദ്ധി തന്നെ പറഞ്ഞില്ലേ, വലം തു സുന്നതമൻ അഹിയല്ലഹമഇല അനിസ്തഖത് ഖദമാഹു നുറമിൻ വറമീ. നബി കാലുമ നീര് വരെ തടിക്കണവരെ നിന്ന് നിസ്കരിക്കുക. അല്ലാഹു പറഞ്ഞ അലല്ല നബിയെ ലൈൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക. അല്പം ഷിർക്ക്പരമായ വിശ്വാസം കടന്നുകൂടിയാൽ മതി. അദൃശ്യജ്ഞാൻ എനിക്കുണ്ട് എന്നുള്ള വിശ്വാസം എനിക്ക് കടന്നുകൂടുക നബിയെ. എനിക്ക് അദൃശ്യകാരിയായിരുന്ന ചിന്ത അല്ലെ വേറെ ആർക്കെങ്കിലും ചിന്ത ഉണ്ടായിക്കൂടുക. എൻ്റെ അമല് മുഴുവൻ ബാത്തിലായിന്ന. പിന്നെ ആരാ നബി? നമ്മൾ നോമ്പ് ഓർക്കാൻ ടൈമായ ഉടനെ നോമ്പ് മുറിച്ചോണം. എന്നാ നബിയോ രാത്രിയും പകലും വിശാല നോമ്പ് എന്നാണ്. രാത്രി പകലും ഒന്നിച്ച് നോമ്പ് കൊടുക്കും നബി. വിശാല നോമ്പ് അത് നബിക്ക് മാത്രമുള്ളതാണ്. പക്ഷെ അല്ലാഹു പറഞ്ഞെന്താ? അല്പം ഷിർക്ക് വന്നാൽ മതി നബിയെ, എല്ലാം ബാത്തിലാഹിന്ന. ഇനി സ്നേഹിതന്മാരെ, മറ്റൊന്നാണ് ഈ ലാഹിദന്റെ ഒരു പ്രധാന അർത്ഥം എന്താ? അതാണ് ഈ കാര്യമായി നമ്മൾ പഠിക്കേണ്ടത്. അത് സൂറത്ത് നഹ്ലെടുത്ത് നോക്കിങ്ങൾ. അല്ലാഹു പറയാ, വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇത്നൈനി ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ ഫഇയ്യായ ഫർഹബൂൻ. പടച്ചോൻ ഇങ്ങോട്ട് പറയാണ്, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, ഞാനല്ലാതെ ഇലാഹില്ല, രണ്ട് ഇലാഹില്ല എന്ന് പറഞ്ഞ ഉടനെ അല്ലാഹു പറയാ ഫഇയ്യായ ഫർഹബൂൻ. അതുകൊണ്ട് എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാൻ പാടുള്ളൂ. എന്നെ മാത്രമേ ഭയപ്പെടാൻ പാടുള്ളൂ. അപ്പൊ എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ ഉടനെ തന്നെ ഖുർആനിൽ കാണാം. അതുകൊണ്ട് അല്ലാതെ ഇലാഹില്ല, അതുകൊണ്ട് എന്നെ ഭയപ്പെടാൻ പാടുള്ളൂ, പടച്ചോനെ ഭയപ്പെടാൻ പാടുള്ളൂ. എല്ലാരും ഭയപ്പെടണ്ടേ? മുനാഫിക്കിനെ ഭയപ്പെടണ്ടേ? ഫഹ്ദർഹു എന്നാണ്. അകത്തുള്ള ശത്രുവിനെ പേടിച്ചെട്ടിയത് എന്നാ. പുറത്തുള്ള ശത്രുവിനേക്കാൾ പേടിച്ചെണ്ടി അകത്തുള്ള ശത്രുവിനാ. അല്ലാഹു പറഞ്ഞു ഫഹ്ദർഹു എന്നാണ്. ഓലെ പേടിച്ചോ എന്നാണ്. ഇസ്ലാമിലെ ശത്രുക്കളെ പേടിച്ചണ്ടേ? അതുകൊണ്ടല്ലേ ഇസ്ലാമിക രാഷ്ട്രത്തോട് പറഞ്ഞത് വാഹിദൂലഹും മസ്തതഅ്തും, നിങ്ങൾ നല്ല നല്ല ആയുധങ്ങളൊക്കെ സ്വയം ശേഖരിച്ച് വെക്കണം എന്ന് പറഞ്ഞ്. അത് രാഷ്ട്രത്തിന്റെ ബാധ്യത തന്നെയാ. അത് നമ്മൾ നിർവഹിച്ചില്ല. നമ്മളെന്ത് ചെയ്യും? അമേരിക്കൻ്റെത് കടം വാങ്ങും, സൗദി അറേബ്യ. അതുകൊണ്ടെന്താ? ഒന്ന് എതിരുണ്ടായിട്ട് ആയുധം വെക്കുള്ളൂ. ഇറാൻ മാത്രമുണ്ട് സ്വയം ചിന്തിച്ചും കണ്ട് ആയുധമുണ്ട്. അതുകൊണ്ട് ഇറാനെ പേടിയാണ് ഇറ്റക്ക്. വേറെ ഒരു അറബി നാടിന് പേടിയില്ല. കാരണം ഇറ്റകൾക്ക് പൈസ കൊടുത്ത് വാങ്ങുകയല്ലേ. അപ്പൊ അല്ലാഹു ഇസ്ലാമിന്റെ ശത്രുക്കൾ, നിങ്ങളെ ശത്രുക്കളൊക്കെ പേടിക്കണ നിലക്ക് നിങ്ങൾ സ്വയം ഉത്ഭുതരായി ആയുധങ്ങളൊക്കെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ ശേഖരിച്ചു വെക്കണം. എന്തിന്? ഇസ്ലാമിന്റെ ശത്രുവിനെ പേടിച്ചണ്ടേ? ഇനി ചായയിൽ ഊതി കുടിച്ചാൻ പാടില്ല എന്നാണ്. എന്തിനാ? രോഗാവിനെ പേടിച്ചാലാ. ചായക്ക് ഊതി കുടിക്കുക. കാർബണെ പേടിച്ചണം. കാർബണ്. പിന്നെ കക്കൂസൊക്കെ ധരിക്കും, പാദരക്ഷ ധരിക്കണം എന്ന് പറഞ്ഞു. അതെല്ലാതരം ഉപദ്രവജാലികളും ജിന്നും പിച്ചാലൊക്കെ പെട്ടോട്ടെ, വിരോധമല്ല. അത് മാത്രമല്ല, സ്വത്തുൽ ബാരി പറഞ്ഞ് എല്ലാ വൃത്തികളും കൊതുകും പെട്ട്, രോഗാണും പെട്ട്, ടാപ്പ് പോകുമ്പോട്ട് ഒക്കെ പെട്ട് നമ്മളെ കഴിവപ്പെട്ടൊക്കെ ചെയ്യുക. ഇങ്ങനെ പ്രാർത്ഥിക്കുക, ചെരുപ്പിടുക, പാദരക്ഷൊക്കെ ധരിക്കുക. പിന്നെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയും ചെയ്യുക. എന്തിനാ? രോഗത്തെ പേടിച്ച. നബി പറഞ്ഞു അഖിലിക്കുൽ അബ്വാബ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. ഇവർ രാത്രി കിടക്കുമ്പോൾ വാതിൽ ബന്ധിപ്പിക്കണം. എന്തിനാ? കള്ളന്മാരെ പേടിച്ചാൽ. കള്ളന്മാരെ പേടിച്ചിട്ട്, പോക്കറ്റടിക്കാരെ പേടിച്ചണം എന്നാണ്. പിന്നെ പാത്രങ്ങൾ, അടുപ്പുകൾ മൂടി വെക്കണം എന്നാണ്. അടുപ്പ് തീ കെടുത്തണം എന്നാണ്. തീനെ പേടിച്ചണം എന്നാണ് നബി ഒക്കെ പേടിച്ചിട്ടുണ്ട്. പിന്നെ എന്തെന്മാരെപ്പാരെ ലാഹില പറഞ്ഞ ഉടനെ തന്നെ അല്ലാഹു പറഞ്ഞു, അതുകൊണ്ട് വഖാലല്ലാഹു ലാ തത്തഖിദു ഇലാഹൈനി ഇത്നൈനി ഇന്നമാ ഹുവ ഇലാഹുൻ വാഹിദുൻ ഫഇയ്യായ ഫർഹബൂൻ. നിങ്ങൾ എന്നെ മാത്രം ഭയപ്പെടുക എന്ന് പറഞ്ഞത് അതാണ് അദൃശ്യവും അഭൗതികവുമായ പേടി. അത് തൗഹീദിന്റെ ഒരു പ്രധാന ഇനമാണ്, അദൃശ്യവും അഭൗതികവുമായ പേടി. അത് ഞാൻ ഒന്ന് നിങ്ങൾക്ക് വിശദീകരിച്ചു തരാം. അതിന് മുമ്പ് ഖുർആൻ തന്നെ അത് വിശദീകരിച്ചു. അല്ലാഹു പറഞ്ഞു ഖശിയർ റഹ്മാന ബിൽ ഗൈബി. പരമകാരുണികനെ മാത്രമേ മുസ്ലിങ്ങളെ അദൃശ്യവും അഭൗതികവുമായ നിനക്ക് പേടിക്കാൻ പാടുള്ളൂ. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി. റബ്ബിനെ മാത്രമേ അദൃശ്യത്തിലൂടെ പേടിക്കാൻ പാടുള്ളൂ. സൂറത്ത് മാഇദ പറഞ്ഞ് നമുക്കൊക്കെ തെറ്റ് ചെയ്യാൻ അവസരം ഉണ്ടാക്കി തരും പടച്ചോൻ. ഒരു പെണ്ണിന് അവിധ ബന്ധത്തിൽ അവസരം പടച്ചുണ്ടാക്കും. പുരുഷന്മാർ നമുക്കും അവിധ ബന്ധത്തിലുള്ള അവസരം ഉണ്ടാക്കും. അത് എന്തിനാ? അദൃശ്യത്തിലൂടെ നിലക്ക് ആരാണ് പടച്ചോനെ പേടിച്ചാന്ന് അറിയാനാ. അപ്പൊ അതാണ് തൗഹീദ് പറഞ്ഞ ഉടനെ, രണ്ട് ഇലാഹില്ല എന്ന് പറഞ്ഞ ഉടനെ തന്നെ അതുകൊണ്ട് നിങ്ങൾ എന്നെ മാത്രമേ പേടിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നത് അദൃശ്യവും അഭൗതികവുമായ പേടി. ഞാൻ രണ്ട് പേടി ഒന്ന് തിരിച്ചു തരാൻ ഞാൻ വേർതിരിച്ചു തരാം.
എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ഇവിടുത്തെ പാനൂർത്തെ SI വെട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് ഒരു പേടി, എന്ത് പേടിയാ? സുല്ലമിനേറ്റ പിടിച്ച് മുട്ടോന്ന് പേടിച്ചിട്ടാ. നേരെ സായിബാബനെ ഞാൻ ചീത്ത അറിയാണ്, അമ്മനെ ചീത്ത അറിയാം. അപ്പൊ നിങ്ങളെ മനസ്സിലൊരു പേടി, സുല്ലമിക്ക് എന്തെങ്കിലും വരുമോ? അതാ ശിർക്ക്, അദൃശ്യ പേടിയാ. ഇനി നബിന്റെ ഒരു ഹദീസ് നബിയാണ്, മൻ റഹാ മിൻകും ഹയ്യത്തൻ ഫൽയഖ്തുലു. പാമ്പിനെ നിങ്ങൾ കണ്ടാൽ അതിനെ ഉടനെ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞു. പാമ്പേ പോ പാമ്പേ പോ പാമ്പേ പോ എന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ, ഒരുത്തർ പ്രസംഗിച്ചെടുക്കുക. സർപ്പത്തെ കണ്ട ഉടനെ തല്ലിക്കൊല്ലാൻ പാടില്ല, പാമ്പേ പോ പാമ്പേ പോ. പിന്നെ പാമ്പട നിൽക്കുവോ? മൂർഖം പാമ്പാണെങ്കിൽ കഴിച്ചിലാവും ചെയ്യും എത്ര വേഗം. അപ്പൊ നബി പാമ്പേ പോന്നൊന്നും പറഞ്ഞില്ല. നബി പറഞ്ഞ് ഒരു സർപ്പത്തങ്ങൾ കണ്ടാൽ തല്ലിക്കൊല്ലണം എന്ന് പറഞ്ഞു. കാരണം അതിന്റെ വിഷത്തെ പിടിക്കണം. പക്ഷെ നബിയാണ് മൻ ഖാഫ തഹ്റഹു ഫലൈസ മിന്നാ. പാമ്പിന്റെ പകയല് ശാപത്തെ പിടിച്ചാല്, സർപ്പത്തിന്റെ ശാപത്തെ പിടിച്ചാൽ മുസ്ലിമല്ല. നിങ്ങൾ ഇവിടുന്ന് തെക്കൻ ഇന്ത്യയിൽ തെക്കൻ ജില്ലയിലേക്ക്, കേരളത്തിലെ തെക്കൻ ജില്ല ഇടുക്കി മൂവാറ്റുപുഴയൊക്കെ ചെന്ന് നോക്കി സുഹൃത്തുക്കളെ, മുസ്ലിങ്ങൾ സർപ്പക്കാവുക്ക് കോയിമുട്ടിയും പാലും നേർച്ചയാക്കുക. എന്തിന്? ശാപത്തിന്റെ പാമ്പിന്റെ ശാപം ഇരിക്കാതിരിക്കാൻ. ആ ശരിക്കും തെക്കൻ വടക്കൻ ജില്ലക്കില്ല കേട്ടോ. ഇടുക്കി മൂവാറ്റുപുഴക്കുള്ള വെറുതെ നേർച്ചയാണ് സർപ്പക്കാവുക്ക് നേർച്ചയാക്കുക, കോഴിമുട്ടിയും പാലൊക്കെ. എന്തിന്? ശാപം ഇതാ. അപ്പൊ ശാപം എങ്ങനെ ഏൽക്കുക? വിഷം ഏൽക്കുന്നത് നിങ്ങൾക്കറിയില്ല, ഡോക്ടർക്ക് പറഞ്ഞുതരാൻ പറ്റൂലേ? മൂർഖം പാമ്പ് കടിച്ചാൽ എങ്ങനെയാണ് അത് ഏൽക്കുക എന്നുള്ളത്. പക്ഷെ മൂർഖം പാമ്പിനെ ശാപം എങ്ങനെ ഏൽക്കുക ഡോക്ടർക്ക് സാധിക്കോ പറയാൻ? ആർക്കെങ്കിലും സാധിക്കോ സുഹൃത്തുക്കളെ? അപ്പൊ അത് അദൃശ്യ പേടിയാണ്. അതുപോലെ തന്നെ നിങ്ങൾ കടന്നുറങ്ങുമ്പോ കിടക്കുന്ന സമയത്ത് കറുത്ത പൂച്ച പെട്ടിക്കിട്ട് ചാടി. അപ്പൊ ആകെ പേടിച്ച് നെല്ലി പേടിച്ച്. ആ പേടി ശിർക്കല്ല, എന്തുകൊണ്ട് അത് മാന്തോന്ന് പേടിച്ചിട്ടാ. പക്ഷെ നിങ്ങൾ യാത്രക്ക് പോകുമ്പോൾ കറുത്ത പൂച്ച ബെലങ്ങാഞ്ഞാലോ, പഠിച്ചോനെ കറുത്ത പൂച്ചയാ ബെലങ്ങാഞ്ഞത് അല്ലേ? അത് അദൃശ്യ പേടിയാ. ഈ അദൃശ്യ പേടി പഠിച്ചോനെ മാത്രമേ പാടുള്ളൂ, അദൃശ്യമായ ഭയം. അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്തിട്ട് മുണ്ട് എൻ്റെ മടക്ക് മുത്തികൾ, എൻ്റെ മലപ്പുറം ജില്ലയൊക്കെ മടക്കുത്തുക എന്ന് അറിയും. അപ്പൊ SI കണ്ടപ്പോൾ ഞാൻ മടക്കുത്തൽ താത്തി. തെറ്റില്ല, ഏമാനെ ബഹുമാനിച്ചില്ല എന്ന് പറഞ്ഞിട്ട് സ്റ്റേഷനിലേക്ക് വരുമോന്ന് ഓർഡർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാ. നേരെ ജാറത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ കഴിച്ചിട്ടാലോ? എനിക്കറിയാം മമ്പറം ജാറെന്ന് അറിയും. അത് തിരുവല്ലങ്ങാടി കാണി ചെമ്മാടി പോകുന്നതാ, മമ്പറം പോയിന്റ് അപ്പുറത്താ. സുഹൃത്തുക്കളെ, ചില ബസ്സിൽ ചില സുന്നി സുഹൃത്തുക്കൾ ഉണ്ടാവും, അവിടെ ഒത്തും അങ്ങനെ തലപ്പാവ് എടുത്തേക്കാണ്. തലപ്പാവ് എടുത്തേക്ക. കാരണം ഷെയ്ഖെ ഞാൻ യാത്രയില്ല, അങ്ങോട്ട് വരാൻ സമയമല്ല കേട്ടോ. പോയിറങ്ങിയിട്ട് മമ്പറം ജാറ അപ്പുറത്താ, പോയിന്റ് അപ്പുറത്താ. അപ്പൊ ഞാൻ ബഹുമാനിച്ച് തലപ്പാവ് വെച്ചിരിക്കണ്. അപ്പൊ SI കണ്ട തലപ്പാവ് അയച്ചു വെക്കലും ജാറത്തിന്റെ മുന്നിൽ കൂടെ പോകുമ്പോൾ SI തലപ്പാവ് അയച്ചു രണ്ടും രണ്ടാ. ഒന്ന് അദൃശ്യമായ ഭയം. അതുകൊണ്ടാണ് ഉപ്പാരന്മാരെന്ത് ചെയ്തത്? അദൃശ്യ ഭയം വരുന്ന എല്ലാ ഇസ്ലാം മത ശിർക്കാക്കി. ഒന്ന് ശകുനം. നബിമാര് തൗഹീദായിട്ട് വരും. അപ്പം ആളുകൾ പറയും അവർക്ക് അത് നിരസിക്കും. അവ പഠിച്ചവന്റെ സമായ അദൃശ്യമായ നിലക്ക്, അഭൗതികമായ നിലക്ക് ശിക്ഷ ഇറങ്ങും. അപ്പൊ ജനങ്ങൾ പറയും കാലു ഇന്നാ തതയ്യർനാബിക്കും, നിങ്ങൾ മുഖേന ശകുനം ഉണ്ടായി എന്നറിയും. നിങ്ങൾ ഇതാണ് മഴ കുറഞ്ഞു. എനിക്കൊക്കെ അറിയാം, ഈ വഹാബികൾ വന്നിട്ട് അപ്പോൾ മഴ കുറഞ്ഞു എന്നൊക്കെ ചിലവർ പറയും. പണ്ട് വഹാബികൾ വരുന്ന മുമ്പ് മഴയോണ്ട് മഴയേരി, ഇപ്പൊ വഹാബി വന്നിട്ട് മഴ കുറഞ്ഞു എന്നറിയും. അതേമാതിരി ഈ നബിമാരെ നിങ്ങൾ ഈ തൗഹീദായിട്ട് വന്നില്ലേ, ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് നബിമാരെ നിങ്ങൾ വന്നു. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ശകുനൊക്കെ ഏറ്റത്. നബിമാരൊക്കെ ചുട്ട മറുപടി എന്താണെന്നറിയോ? കാലൂ തായിറുക്കും മഅക്കും, നിങ്ങളെ ശകുനൊക്കെ നിങ്ങളെ കൂടെ തന്നെയാന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ, നമ്മുടെ കർമ്മഫലം കൊണ്ട് നമുക്ക് വിപത്ത് വരുള്ളൂ. അദൃശ്യവും അഭൗതികവുമായ നിലക്ക് നമ്മുടെ കർമ്മഫലം കൊണ്ട് അള്ളാഹ് ആകാശത്ത് നടക്കുക. സമയത്തിന് എന്തെങ്കിലും കുരുത്തുണ്ടോ? കുരുത്തക്കേടുണ്ടോ? ഇല്ല. വസ്തു മുഖേന തിന്മ വരുമോ? വ്യക്തി മുഖേന വരുമോ? ഒന്നുമില്ല. അദൃശ്യവും അഭൗതികവുമായ നിലക്ക് തിന്മ വരും. എവിടുന്നാണ്? അള്ളാഹിന്റെ ഭാഗത്ത്. അതാ സൂറത്ത് അൻആമിൽ ഒരൊറ്റ ആയത്ത് മതി പറഞ്ഞു സുഹൃത്തുക്കളെ, ഇന്നമാ തായിറുക്കും ഇൻദല്ലാഹ്. നിങ്ങൾക്കുള്ള ശകുനം എവിടുന്ന? ആകാശത്ത് ഇറങ്ങണത് തന്നെ. ഇപ്പൊ കാര്യകാലം നിങ്ങൾക്കൊരു ഉപദ്രവം ചെയ്യാൻ സാധിക്കും. നിങ്ങളെ കൃഷി എന്താണ്? ഞാൻ പശുവിനെ വിട്ടിട്ടൊക്കെ തീറ്റിച്ച് നശിപ്പിച്ച്, എന്നാ ആ തിന്മ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി. പക്ഷെ എത്ര മനസ്സിലായിട്ടും കാര്യം മനസ്സിലാവില്ല. എന്തേ കൃഷി ഇങ്ങനെ, തേങ്ങ എന്തേ കിട്ടിയ കുറഞ്ഞത്, മണ്ടിയിലെ ഒന്നുമല്ല, പിന്നെന്തേ? അപ്പോഴാണ് ആളുകൾ അത് അദൃശ്യ ശാപന്നറിയാം. അത് പടച്ചോനെടുക്കുന്ന നമുക്ക് നിർവചിക്കാൻ പറ്റാത്ത നമ്മളെ കൃഷി നശിക്കാണ്.
കൃഷി ഡോക്ടർമാരെ വരെ സമീപിച്ച് ആർക്കും കണ്ടുപിടിച്ചാൽ തലേ മൂരിക്ക് സ്വക്കുണ്ട വെറ്റിനറി ഡോക്ടറെ ഞങ്ങൾ സമീപിച്ച് ഡോക്ടർക്ക് വരെ എന്താ കന്നുകാലിക്ക് സ്വക്കുണ്ട കാരണം അറിയില്ല. അപ്പോഴാണ് നമ്മൾ എങ്ങോട്ട് പോവുക? തീറത്തേക്ക്, ശകുനത്തേക്ക്, ശാപത്തേക്ക് പോവുക. അത് പടച്ചോന്റെ അടുത്ത് ഞങ്ങൾക്ക് അറിഞ്ഞുള്ളൂ എന്നാ. അഭൗതികം അദൃശ്യം നമ്മൾക്ക് തായിറും ഇന്ദത് അള്ളാന്റെ അടുത്തുന്ന. നീ ഇസ്രായേൽ എന്താ പറഞ്ഞത്? വകുല്ല ഇൻസാനിൻ അൽസംനാഹു തായിറഹു ഫീ ഉനുഖിഹി. ഓരോ മനുഷ്യന്റെ ശകുനം അവന്റെ പെരടിയിലാണ് എന്നാ, ഓന്റെ കർമ്മഫല. അപ്പൊ നിങ്ങളൊരു വീടെടുത്ത് പുതിയൊരു വീട് ഉദ്ഘാടനം ചെയ്ത് എന്നും കുട്ടിക്ക് സോക്കേട്, ഒരു കുട്ടിന്റെ സോക്കേട് മാറി വേറെ കുട്ടിക്ക്, അല്ലെ കച്ചവടത്തിൽ ബിസിനസ്സിലൊക്കെ പരാജയം. അപ്പം പറയും ആ വീടിനെന്തോ ശൈത്താൻ ബാധണ്ട്, വീടിന്റെ ശകുന ഇല്ലേ? എങ്ങനെ പാരന്മാരെ വീടിന് ഉപദ്രവിക്കാൻ പറ്റുക? വീടിന് ഉപദ്രവിക്കാതെ കൈ കൊടുത്തിക്കണോ? ഇല്ല. അപ്പൊ ചിലപ്പം ബംഗ്ലാവ് ഉണ്ടാക്കി നിങ്ങൾ കരിഞ്ചാത നടത്തിയിട്ടുള്ള പൈസ ഉണ്ടായിരിക്കും, നിങ്ങൾ സക്കാത്ത് കൊടുക്കാത്തോണ്ട പൈസ ഉണ്ടായിരിക്കും വീട് ഉണ്ടാക്കിയിട്ടുണ്ടാകുക. അപ്പൊ പടച്ചോന്റെ ശിക്ഷ ഇറങ്ങുക അദൃശ്യമായ നിലക്ക് നിങ്ങൾക്ക് കണ്ടുപിടിച്ചാൻ പറ്റാത്ത നിലക്ക്. അത് പെരന്റെ കുരുത്തക്കേടല്ല. കുരുത്തക്കേട് അത് വിശ്വസിച്ചാല് നിസ്കാരം പോയി, അജ്ജ് പോയി, ശിർക്ക് വന്ന്. അതാ നബിയന തീറത്തു ശിർക്കുമാ തീറത്തു ശിർക്കുമാ തീറത്തു ശിർക്കും. ശകുനത്തിലുള്ള വിശ്വാസം ശിർക്കാണ്. മുസ്ലിങ്ങളെ ശിർക്കാണ്, ശിർക്കാണ്, ശിർക്കാണ് 3 പ്രാവശ്യം നബി പറയാണ്. ഇനി ഖുർആൻ അത് ക്ലിയർ ആക്കി തന്നില്ലേ? അപ്പൊ ശകുനത്തിന്റെ ഒരു ഏർപ്പാടും പറ്റൂല എന്ന് പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ കുറ്റിച്ചൂളാന്ന് അറിയും. അതൊരു ജീവിയാണ്, നല്ല കൂമം പോലെ ഒരു ജീവിയാണ്. അതിങ്ങനെ രാത്രിയിൽ ഇങ്ങനെ കരഞ്ഞാൽ പായി മുടക്കി പോവുക, പായി മടക്കി പോവുക, പായി മടക്കി പോവുക എന്ന് പറയാന്ന. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഈ മയ്യത്തിനെ കഫം ചെയ്യും, പായും കൂടിയും കൂട്ടിക്കൊടുത്തു ഇവിടെ കൊണ്ടുപോകും പള്ളിക്ക്. അപ്പൊ മരണമാണ് എന്നർത്ഥം. നിങ്ങള് ആ കുറ്റിച്ചുള്ള പടച്ചോനെ തസ്ബീഹ് ചെയ്യാണ് കേട്ടോ. കാരണം കുല്ലും കത് അരിമ സ്വലാത്തഹു തസ്ബീഹുഹു. തസ്ബീഹു എല്ലാ ജീവികൾക്കും നിസ്കരിക്കാൻ അറിയും, മനുഷ്യന്മാരെ ഞമ്മക്കറിയാത്തത്. നിസ്കരിച്ചാല് തസ്ബീഹ് ചെയ്യാൻ അറിയും എല്ലാ ജീവി. അപ്പൊ കുറ്റിച്ചുള്ള ജീവി സുന്ദരമായ നിലക്ക് പടച്ചോനിങ്ങനെ തസ്ബീഹ് ചെയ്യുമ്പം എൻ്റെ മലപ്പുറത്തെ ആളുകൾ എന്ത് ചെയ്യും? അന്ന് പിന്നെ പുറത്തിറങ്ങില്ല, അവിടെ മരണം നടക്കുന്ന. അത് ജാഹിലിയ്യ കാലത്തുണ്ടായി. അതുകൊണ്ടാണ് പിന്നെ വലാ ഹാമത്ത. ഇസ്ലാമിൽ ഹാമത്തുള്ള വിശ്വാസമല്ല. സഹീഹ് ബുഖാരി മുസ്ലിം ഉദ്ധരിച്ചതാ. ഹാമത്ത് എന്ന് പറഞ്ഞാൽ ഫത്തുൽ ബാരി പറയാൻ ഭൂമി പോലുള്ള കൂമം പോലെ ജീവിയാ. നത്ത് അറിയില്ലേ? അതിങ്ങനെ രാത്രി വീട്ടിന്റെ മുകളിൽ നിന്ന് കരഞ്ഞാല് നഴിയല്ലി ഫുലാൻ അവിടെ അപകടം നടക്കുമെന്ന് പറയാണ് എന്നാ. ആ വിശ്വാസം ശിർക്കാന്ന് പറഞ്ഞ് ശകുനത്തുള്ള വിശ്വാസം. അല്ലെങ്കിൽ പല്ലിങ്ങനെ ചലിക്കുക, കല്യാണം നിശ്ചയിച്ച് ഇന്ന ഡേറ്റിനുടൻ തന്നെ പല്ലി കളകളാന്ന് ചലിച്ച്, അല്ലെങ്കിൽ എണ്ണ ചേർന്നുകാണ്ട് കടികൂടി മുന്നിക്കിട്ട് വീണാ പല്ലിയോ വീണത്. ഇനി എന്താണ്? അത് ശകുനത്തുള്ള വിശ്വാസ. അല്ലെങ്കിൽ എനിക്കറിയാം സുഹൃത്തുക്കളുടെ അഫ്ദൽ പാസ്സായി വാബ്. ഞാൻ അവനൊരു കല്യാണം ഇതാക്കി മൗലവി നിങ്ങളൊരു പെൺകുട്ടീനെ പറഞ്ഞു തരുന്നതാണ് ഞാൻ കാണിച്ചു കൊടുത്ത്. ഒരു പെണ്ണ് കാണാൻ പോയപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി. പെണ്ണ് കാണാൻ പോയപ്പോൾ ഒരാഴ്ച ആസ്പത്രി കിടക്കേണ്ടി വന്ന്. പിന്നെ സൊക്കടൊക്കെ മാറിയിട്ട് ഇപ്പം പോണില്ല പെണ്ണിനെ കാണാൻ. അപ്പൊ എന്താന്ന് ചോദിച്ചപ്പോൾ ഓരോ കാരണം പറയും. പിന്നെ അന്വേഷിച്ചപ്പോൾ എന്താ കുടുംബങ്ങൾ പറഞ്ഞത് ആദ്യം തന്നെ കുഴപ്പാ, ഇനി ശകുന, ഇനി വേണ്ട, ഇതിനെ കെട്ടണ്ട. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പോവുകയാണ്, അപ്പൊ കുട്ടി വീണു, ചുണ്ട് പൊട്ടി, പെണ്ണ് കാണാൻ പോവുകയാണ്, അപ്പൊ ആക്സിഡന്റ് ഉണ്ടായി, പിന്നെ കാണാതിരുന്ന്, അങ്ങനെ തന്റെ ആവശ്യത്തിൽ നിന്ന് മടക്കിയ മുശിരിക്കായി എന്നാണ്. എന്നിട്ട് അപ്പൊ സഹാബത്ത് ചോദിച്ച് നബിയെ ഞങ്ങൾക്കും അങ്ങനെ തോന്നലുണ്ട് എന്നാണ്. ചിലപ്പോൾ നമുക്കും തോന്നൂലേ? ഇപ്പൊ 11 മണിക്കാ വണ്ടി, 11 മണിക്കാണ് എത്തിയപ്പം പറഞ്ഞ മിനിറ്റായി ബസ് പോയിട്ട് എന്നാണ്. അടാ കുരുത്തല്ലേ തോന്നലുണ്ടാവും. അതിൽ എന്തോ മറന്നുവെച്ച് അപ്പം പോന്നെ നമുക്കൊരു തോന്നണം ഇന്നിപ്പം ഒന്ന് ശരിയാവില്ല തോന്നണം, ഫസ്റ്റ് തന്നെ തിരിച്ചരണ്ടി ഒന്ന്. അപ്പൊ സഹാബത്ത് പറഞ്ഞ ഞങ്ങൾക്കും നബി അങ്ങനെ തോന്നാറുണ്ട്. അവൻ നബി പറഞ്ഞെന്താ അത് തൗഹീദുള്ള വ്യതിയാന. നിങ്ങൾ വിചാരിച്ച ലാഹില്ലാത്ത പോലെ മരം കൊണ്ട് കല്ലോട്ട് മുട്ടി ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പൂജിക്കരുത്. അത് മാത്ര മരം കേൾക്കും, മുട്ടി കേൾക്കും, വിഗ്രഹം കേൾക്കും. ഹിന്ദു സുഹൃത്തുക്കൾക്ക് തന്നെ വിശ്വാസമല്ല. ഒരു ഹിന്ദുവിനും ഇല്ല ഈ വിഗ്രഹം കേൾക്കും കാണുന്നു. ഓരതിൻ്റെ പ്രതിനാഥ പുരുഷനാ ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ മഹാന, പിന്നുള്ള മഹാന. തഫ്സീർ റാസിയിൽ 25 സ്ഥലത്ത് ഇമാം റാസി അറിയുന്നുണ്ട്. ഒരു വിഗ്രഹാരാധകനും വിഗ്രഹം കാണും കേൾക്കൊന്നും ഉദ്ദേശിക്കണില്ല. അതിൻ്റെ മഹാനാണ് അവർ ഉദ്ദേശിക്കുന്നത് എന്നാണ്.
അപ്പൊ നബി പറഞ്ഞ തൗഹീദിലെ വ്യതിചലന. അതുകൊണ്ട് ഉടനെ നിങ്ങൾ പറയാ അല്ലാഹുമ്മ ലാ തീറ ഇല്ലാ തീറുക വലാ ഖൈറ ഇല്ലാ ഖൈറുക ലാ ഇലാഹ ഇല്ലാ അന്ത, ലാ ഇലാഹ ഇല്ലാ ഖൈറുക എന്ന് പറയാം. പടച്ചോനെ നിന്റെ ശകുനല്ല, നീ അല്ലാതെ ഇലാഹില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാം. എന്നിട്ട് ഫംദി, എവിടുക്കാണോ ഉദ്ദേശം അങ്ങോട്ട് തന്നെ പോകണം. ആ പെൺകുട്ടിയെ തന്നെ പോയി കെട്ടണം. പെണ്ണാണാൻ പോയത്, ആക്സിഡന്റ് ഉണ്ടായി, നിർത്തിയാക്കാൻ പറ്റില്ല, ഓളെ തന്നെ പോയിട്ട് കെട്ടണം. യാത്ര എടുക്കാൻ പോണത്, യാത്ര തിരിച്ച് വേണ്ടാന്ന് വെച്ചാൽ മുശ്രിക്കായി. മുശ്രിക്കാവാതിരിക്കണം. ഇനി എന്തുദ്ദേശത്തിനാണോ പോയത് അതിൽ തന്നെ പോകണം എന്നാണ്. അപ്പം മടങ്ങിയിറങ്ങേണ്ടി വരിക. ഇതൊക്കെ ശകുനായിട്ട് നമ്മൾ കാണൂലേ? എല്ലാം ശിർക്കാ സുഹൃത്തുക്കളെ, ഒന്നുമില്ല. അതേമാതിരി അദൃശ്യ ഭയം വരുന്നത് ഈ നാക്കേർ എന്നറിയും. ഇവിടെ എനിക്കറിയാം, എൻ്റെ നാട്ടിൽ നാക്കേർ വെച്ചാന്നറിയും. എടി എൻ്റെ കുട്ടി നല്ല ചൊറുക്കുണ്ട് എന്നറിയും ഒരുത്തി. പിറ്റേന്നുള്ള കുട്ടിക്ക് വയറ്റ് നോക്ക്, ആ നാക്കേർ വെച്ചതാ. നാക്കേർ അദൃശ്യമായതാണ്. കൊതി കൂടുക എന്നറിയും. എനിക്ക് കൊതി ഉണ്ടെങ്കിൽ എനിക്ക് ഇതിനെ കൊതി കൂടല്. എന്നിട്ട് ഭക്ഷണം ഇങ്ങനെ കഴിക്കുന്ന സമയത്ത് നമ്മളെ നാട്ടിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും മുന്നിൽ കൂടെ പോയാൽ കൊതി കൂടാതിരിക്കാൻ വേണ്ടി കുറച്ച് പത്തിരി നിലത്ത് കിട്ടി ചവിട്ടി ചെറുതാക്കും, കൊതി കൂടാതിരിക്കാൻ. അപ്പം തിന്നണ ഭക്ഷണം ഉണ്ടല്ലോ കുറച്ച് നിലത്ത് കിട്ടുക, എന്നിട്ട് ഇങ്ങനെ ചവിട്ടി തേക്കുക, കൊതി കൂടാതിരിക്കാനാ. പിന്നെ കണ്ണേറുണ്ട്. അത് എന്താ? കണ്ണിൻ്റെ വശ്യത ഉണ്ട്. ചിലപ്പോൾ ചില പെണ്ണുങ്ങളെ നോട്ടത്തിൽ നിങ്ങൾ കുടുങ്ങിപ്പോയി തരും, നിങ്ങളെ നോട്ടത്തിൽ ഓളും കുടുങ്ങും, അതുള്ളൂ. ആ കണ്ണ് നേരെ കുമ്പളങ്ങ അങ്ങനെ വീഴ്ത്ത നോക്കിയിട്ടേ വീട്ടിൽ. പിന്നെ സുഹൃത്തുക്കളെ, ഈ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടായിട്ട് എന്താ ഫലം? മന്ത്രി ഇങ്ങനെ പ്രസംഗിക്കുമ്പോൾ കണ്ണേറുള്ള വലിച്ചുപോലെ കൊണ്ടു നിർത്തടാ, നോക്കണമെന്നറിയാം. പാകിസ്ഥാന്റെ അതിർത്തിയിലൊക്കെ കണ്ണേറ് വലിച്ചുപോലെ കൊണ്ടുപോയി നിർത്തുക. വിമാനം, ശത്രുവിന്റെ വിമാനം ഇങ്ങനെ വരുമ്പം വീഴ്ത്താനേ. എന്നാ കേരളത്തിൽ ആരാ അങ്ങനെ കണ്ണേറ് വലിച്ച ഒരാളെന്ന് പറഞ്ഞെന്താണ് ഈ കേരളത്തിൽ? നെച്ചോനെ കുറച്ച് വാടക എടുക്കണം. എന്തുകൊണ്ട്? കുറെ ശിർക്കും വിധത്തൊക്കെ പ്രചരിക്കണ മൂല്യന്മാരെ മൂല്യനിരുത്താൻ പേടിയുണ്ട്, ആഗ്രഹമുണ്ട്. പക്ഷേ നേരെ പോയിട്ട് ഇതാക്കിയാൽ പോലീസ് പിടിച്ചൂലേ? കണ്ണേറ് വലിച്ചെങ്കിൽ പോലീസ് എടുക്കോ കേസ്? കണ്ണേറ് വലിച്ചടാ പോ, വിടൂല കേസ്. എന്നിട്ട് കണ്ണേറ് വലിച്ചതൊക്കെ നിങ്ങളൊന്നും പറഞ്ഞതാണ് ഈ കേരളത്തിൽ കണ്ണേറ് വലിച്ചുന്ന ഒരാളെ പേര്. ഇന്നോ എൻ്റെ കണ്ണേറ് വലിച്ചു എന്ന് പറഞ്ഞതാണ്. എല്ലാവരുടെ കണ്ണേറും വലിച്ചോ? മറുപടിയില്ല. പ്രത്യേക വ്യക്തിക്കാ കണ്ണേറുള്ളത്, ആ വെയിറ്റുള്ളത്. മോടിയൊക്കെ സുഹൃത്തുക്കളെ കണ്ണിൻ്റെ എല്ലാം കണ്ടുപിടിച്ചില്ല. മോടിയൊക്കെ ഏതെങ്കിലും ഡോക്ടർമാർക്ക് കണ്ടുപിടിച്ചാൻ പറ്റിക്കണോ? അത് അദൃശ്യ അഭൗതികമായ നിരക്ക്. കൊതി കൂടൽ, നാക്കേറ്, കണ്ണേറ്, കൈനേട്ടം. എനിക്കറിയാം, ഞാൻ കോഴിക്കോട് അവിടെ ഒരിക്കൽ ഒരു മുജാഹിദിൻ്റെ കട തന്നെയാണ്. എനിക്ക് അവനെ അറിയാം, അവനെ ഞാൻ അറിയില്ലെങ്കിലും ഞാൻ രാവിലെ തന്നെ ഒരു 5 ഉറുപ്പ്യേൻ്റെ ചരക്ക് ചോദിച്ച് അവിടെ എല്ലാം നിറഞ്ഞ്. അപ്പം എനിക്ക് സംശയം, 5 ഉറുപ്പ്യക്ക് തുടക്കം തന്നെ 5 ഉറുപ്പ്യ കച്ചവടം നടക്കില്ല. പിന്നെ വൈകുന്നേരം വന്ന് ഞാൻ അവിടെ ചോദിച്ചപ്പോൾ എടുത്തെന്നോന് അതാ കയ്യിൽ നിന്ന് കിട്ടും. എനിക്കറിയാം, ഞാൻ ഒരിക്കലും ഇടവണ്ണ തിരുവാരി ഇറങ്ങിയിട്ട് ഇടവണ്ണക്ക് ഓട്ടോറിക്ഷ പിടിച്ചേക്കുക. ആ ഓട്ടോറിക്ഷക്കാരൻ എന്നെ അറിയണോ തന്നെയാണ് മുജാഹിദ്. ഓൻ പറഞ്ഞു, മൗലവി ഇന്ന് വണ്ടി കോട്ടം കൊണ്ട് ഓട്ടാ. ആരെ കണ്ണിൻ്റെ നേരെ കണ്ടത്, കൈനേട്ടം കിട്ടിയത് ആരുതാന്ന് അറിയില്ല, കണി കണ്ടത് ആരെയാന്ന് അറിയില്ല. ഞാൻ പറഞ്ഞ മുശ്രിക്കായി എന്ന് അറിഞ്ഞു. കാരണം എൻ്റെ വണ്ടി കോട്ടം കിട്ടിയത് ഇന്നോനെ കണി കണ്ടിട്ടാന്നല്ലേ. അപ്പൊ കണി കാണലേ രാവിലെ തന്നെ തെണ്ടീനെ ബെല്ലിങ്ങനെ അടിച്ച. കാരണം യാചകന്മാർക്കായിരിക്കും വലിയ തിരക്കേ. ഒരു ബെല്ലിങ്ങനെ അടിച്ചാൽ നമ്മളേറ്റം മുട്ടി മരിച്ചത് വിവരം പറയിക്കാൻ വരുന്ന ഞാനിപ്പോൾ തുറന്നു നോക്കുമ്പോണ്ടാവും. അപ്പൊ ഫസ്റ്റ് തന്നെ തെണ്ടിയ ഇന്ന് യാചകനെ കണി കണ്ടത്. ഇതൊക്കെ നമ്മുടെ അടുത്ത് വരുന്നതിലെ സ്വയങ്കര കണി കാണലെന്ത്? ചൂല് കണ്ടാൽ നമുക്ക് മോശം. രാവിലെ തന്നെ ചൂല് കാണാൻ പാടില്ല എന്നാ, വെള്ളപ്പാത്രം കാണാൻ പാടില്ല. സുഹൃത്തുക്കളെ, നമ്മൾ ഹിന്ദു സമൂഹത്തിൽ നിന്ന് പോകുന്നതാ. എൻ്റെ നാട്ടിൽ പേരിൽ വരുന്നുണ്ട്. ഇസ്ലാമിൽ മുഹമ്മദ്, അബൂബക്കർ, ഫാത്തിമ എന്നല്ല കുട്ടിയില്ലല്ലോ. പക്ഷെ എൻ്റെ മലപ്പുറത്ത് മുഹമ്മദ് കുട്ടി, രാമൻകുട്ടി, ഫാത്തിമ കുട്ടി, ജമീല കുട്ടി ആ കുട്ടികൾ പോകുന്നതാ. എല്ലാം നമ്മൾ പോന്നിക്കണെന്നുള്ളൂ. ഇപ്പം ചാവടിയന്തരം എൻ്റെ ബാപ്പ ചത്തോന്ന് ചോദിച്ചാൽ തല്ലിക്കൊല്ലു. ആ പറച്ചിലെന്താ ചാവടിയന്തരം എന്നാ? അപ്പൊ ആ പദം വരെ വ്യത്യാസമല്ല. ഹിന്ദു സുഹൃത്തുക്കളിൽ ഉള്ളതാണ്. ഒരിക്കൽ രാവിലെ എന്താണ് വെള്ളം ഇല്ലാത്ത കുടം കണി കാണാൻ പാടില്ല, ചൂല് കണി കാണാൻ പാടില്ല. അതിലൊക്കെ ഒരു അന്ധവിശ്വാസ. ആ വിശ്വാസ സുഹൃത്തുക്കൾ നമ്മളെ ചിർക്കാള് അദൃശ്യമായല്ലേ. ഈ അദൃശ്യമായുള്ളതെല്ലാം തന്നെ ഇസ്ലാം മതം ശിർക്കാക്കി. ഇനി സുഹൃത്തുക്കൾ നമുക്ക് നിർഭയത്തല്ലേ? തൗഹീദ് എങ്ങനെയാ നിർഭയത്തുണ്ടാക്കുക? അല്ലാഹ് പറഞ്ഞില്ല, അല്ലദീന ആമനൂ
വലൻ യൽബിസു ഈമാനഹും ബിദുൽമിൻ ഉലൈക ലഹുമുൽ അംനു ഫഹും മുഹ്തദൂൻ. അല്ലാഹ് പറയാണ് വിശ്വസിച്ച് വലൻ യൽബിസു ഈമാനഹും ബിദുൽമി, അക്രമത്തെ കൂട്ടിക്കലർത്തത് വിശ്വാസത്തിൽ. അക്രമം എന്ന് പറഞ്ഞ നബിയാണ്, അത് ശിർക്കാണ്. ബുഖാരി മുസ്ലിം വ്യാഖ്യാനിക്കുക, ഈ ആയത്തിറങ്ങിയപ്പോൾ സഹാബത്ത് പറഞ്ഞ നബിയെ കുറച്ചൊക്കെ ദുൽമ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഖുർആൻ പറഞ്ഞ ഈമാൻ ഉണ്ടായ ശേഷം ദുൽമ പാടില്ല എന്നാ. അപ്പൊ നബിയാനങ്ങൾ തെറ്റിദ്ധരിച്ചതാ. ലുഖ്മാൻ നബി പറഞ്ഞില്ല മോനോട് ഇന്ന ശിർക്കല്ല ദുൽമുൽ അദീന്ന്, ശിർക്കാണ് മോനെ ഏറ്റവും ദുൽമ്, അത് ശിർക്കാ. ആ വിശ്വാസത്തിൽ ശിർക്ക് കൂടിക്കലർന്നായിരുന്നാൽ ഉലൈക ലഹുമുൽ അംനു ഫഹും മുഹ്തദൂൻ, അവർക്ക് നിർഭയത്തുണ്ട് ഇല്ലേ?